ഹലോ ഗായ്സ്, വെൽക്കം. അപ്പം ഇന്ന് നമ്മൾ കിട്ടിക്കാച്ച് ന്യൂബ് പ്രാങ്ക് കണ്ടുകഴിയുന്നത്. അപ്പം ഇന്ന് എൻ്റെ ഫ്രണ്ട് ഈതലും കൂടെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് നമ്മൾ ഇങ്ങനെ തോറ്റു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 റൗണ്ട് നമ്മൾ ന്യൂബിനെ പോലെയും ബോട്ടിനെ പോലെയൊക്കെ ഇമോട്ടൊക്കെ ഇട്ട് കളിച്ച് വിട്ടുകൊടുക്കും. അത് 4-5 ആക്കാനുണ്ടോ നമ്മുടെ പ്ലാൻ. ചിലപ്പോഴേ നടക്കൂ, ചിലപ്പോൾ പാളി പോകും ഗൈസ്. അങ്ങനെ സെക്കൻഡ് റൗണ്ട് വന്നു. MP5 ആയിരുന്നു. ഞങ്ങൾ ചുമ്മാ അവിടെ ഓടി കളിക്കുമായിരുന്നു കേട്ടോ. ഈതനാണെങ്കിൽ ഗ്ലൂ ഒക്കെ ഇട്ട് ഞാൻ ഒരു ഇമോട്ടൊക്കെ കാച്ചി കൊടുത്ത് ചുമ്മാ ഗ്ലൂ ഇട്ട് കളിക്കുമായിരുന്നു കേട്ടോ. ഗ്ലൂ ഒക്കെ ഇട്ട് നിൽക്കുമായിരുന്നു. എന്നിട്ട് ഒരുത്തനെ കണ്ട് ഗൈസ്, ഒരുത്തൻ നമ്മളെ അടിക്കാൻ നോക്കി. അപ്പം ഞാൻ അനങ്ങാതെ നിന്ന് കൊടുത്ത് അടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈത മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ അവനോട് പറഞ്ഞായിരുന്നു ഒന്നും ചെയ്യില്ലേന്ന്. അവൻ ചുമ്മാ ഇമോട്ടിട്ട് കളിക്കുകയാണ് ഗൈസ്. സോഗി പേര്, അത് നമുക്ക് സ്പിൻ ചെയ്തപ്പോൾ കിട്ടിയ പേരാണ്. എനിക്കും അങ്ങനെ തന്നെ ഗൈസ്. ബിയാസിന് ഞാൻ സ്പിൻ ചെയ്തപ്പോൾ കിട്ടിയ പേരാ. അപ്പം സെക്കൻഡ് റൗണ്ട് അവരും എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൺഫ്യൂസ് ആയിരുന്നു, എൻ്റെ കൺഫ്യൂസ് ആയിരുന്നു. ഞാൻ എന്തായാലും 2 AW എടുത്ത് കൊടുത്തിട്ടുണ്ട്. കളിക്കത്തില്ല കേട്ടോ, ചുമ്മാ നൂബിനെ പോലെ കളിക്കും. ബോട്ടാവും, ഗ്ലൂ വാൾ ഇടും, അങ്ങനെയൊക്കെ ചെയ്യും ഗൈസ്. അല്ലാതെ നമ്മളെന്തായാലും ജയിക്കത്തില്ല, എന്ത് കടന്നാലും ജയിക്കത്തില്ല. അറിയാതെ എങ്ങാനും ഒരു കില്ലെടുത്താൽ മറ്റവനെ കൊണ്ട് നമ്മളെ 2 പേരെയും തോപ്പിക്കും. നമ്മൾ ചുമ്മാ ഗ്ലൂ വാൾ വട്ടത്തിലിട്ട് ചുമ്മാ ഗ്ലൂ വാൾ വേസ്റ്റ് ചെയ്യുമായിരുന്നു. ഞാൻ ഇറങ്ങി ഫ്രണ്ടിൽ നിന്നിട്ട് ഇമോട്ടിട്ടു ഗൈസ്. ഒരുത്തനെയും കണ്ടില്ല. അവസാനം ഒരു 150 കിട്ടി. എന്നെ തീർത്ത്. ഇനി വീണ്ടും വീതം മാത്രമേ ബാക്കിയുള്ളായിരുന്നു. അവൻ ഇപ്പോഴും കവറിൽ പോയി നിൽക്കും കേട്ടോ. റിമോട്ടിട്ട് അതോടെ അവനെയും തീർത്തിട്ടുണ്ട്. ഇപ്പോൾ വേണ്ട 3-0 ഇനി ഒരു റൗണ്ടും കൂടെ കഴിഞ്ഞ് നമ്മുടെ റിവെഞ്ച് ഏത് പവറാക്കണം ഗൈസ്. അതുകൊണ്ട് ഈ റൗണ്ടും ചെറിയ റിമോട്ട് ഇട്ട് അത് കഴിഞ്ഞിട്ട് ചുമ്മാ വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടോ. ബോട്ടാവാന്ന് വിചാരിച്ചു. ഇതിനാണെങ്കിൽ ഗ്ലൂ ആയിട്ട് ചാവുകയാണ് ഗൈസ്. അവന് ഗ്ലൂ ആയിട്ട് മതിയാവുന്നില്ല. അതുകൊണ്ട് ഗ്ലൂ ഇട്ട് അവൻ കവറിൽ നിന്ന്. അപ്പം ഞാൻ പറഞ്ഞ് സോണിൻ്റെ പുറത്തിറങ്ങാൻ പറഞ്ഞു, ഗ്ലൂവിൻ്റെ പുറത്തിറങ്ങാൻ. അപ്പോൾ ഒരുത്തൻ തന്നെ ഗ്ലൂ ആയിട്ട് അതോടെ കയറി. ഞങ്ങൾ വട്ടത്തിൽ കിടന്ന് കറങ്ങുമായിരുന്നു. പിന്നെ വട്ടത്തിൽ കറങ്ങി സോഗി ഈതും ചത്ത്. ഞാൻ ഒറ്റയ്ക്ക് മറ്റേ പരിപാടി ചെയ്ത്. എന്നാലും എന്നെ കൊന്നു ഗൈസ്. ഇനിയാണ് ഗൈസ് റിവെഞ്ച്. റിവെഞ്ച് REVENGE റിവെഞ്ച്. അപ്പോൾ സോഗി അല്ല ഗൈസ്, അപ്പുറത്തവന്മാരുടെ ഗൺഷൂസാണ്. അവന്മാർ ഏത് ഗണ്ണാണോ എന്തോ എടുക്കുന്നത്. നല്ല ഗൺ. MAT ഡബിൾ MAT ആണെങ്കിൽ ഓക്കെ. ഡെസേർട്ടും ഉണ്ടോ? അപ്പം സിംഗിൾ ആയിരിക്കും ഗൈസ്. അല്ല ഗൈസ്, ഡബിളാണ്. അപ്പോൾ ഈ റൗണ്ട് പവർ ആക്കണം എന്നൊക്കെ പറഞ്ഞ് കയറി ചെല്ലുവാണ്. അപ്പോൾ മണ്ടയ്ക്ക് പോയപ്പോൾ ഒരുത്തൻ ഇങ്ങോട്ട് കയറി റഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ വന്നതും ഞാൻ 1 ടാപ്പ് ഒന്നും നോക്കിയില്ല ഗൈസ്. ഇതിനൊരു 1 ടാപ്പ് കൊടുത്ത്. ഞാൻ പക്ഷെ 1 ടാപ്പ് ഒന്നും നോക്കിയില്ല. ഞാൻ കയറി അങ്ങ് അടിക്കാമെന്ന് വിചാരിച്ചു. 1 ടാപ്പ് പോയിക്കൊണ്ട് നിന്നാൽ പണി പാളും. അതുകൊണ്ട് ഞാൻ നേരെ കയറി ഇന്ന് അവനെ അങ്ങ് തീർത്ത് 4-1 ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ഇങ്ങോട്ട് കാച്ചി, വലുതൊന്നും കാച്ചിയില്ല, ചെറുത് കാച്ചി ഗായ്സ്. അപ്പം വീണ്ടും 2-4 ആക്കണം എന്ന രീതിയിൽ കയറാമെന്ന് വിചാരിച്ച്. റഷ് ചെയ്യണ്ടെന്നാണ് കേട്ടോ ഈതം പറയുന്നത്. പക്ഷെ എനിക്ക് റഷ് ചെയ്യുന്നതാണ് ഇഷ്ടം. സത്യത്തിൽ ഞങ്ങളിത് മിണ്ടിക്കൊണ്ടൊക്കെയാണ് കളിക്കുന്നത്. പക്ഷെ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പം ഈതിൻ്റെ അടുത്ത് ഇനിമി ഉണ്ടായിരുന്നു ഗൈസ്. അവന് ഞാനങ്ങ് ഇത്തിരി ഡാം കൊടുത്തു. പക്ഷെ അവൻ തന്നെ കുമ്മാൻ നോക്കിയതാ സത്യം പറഞ്ഞ. ഈതും ചത്തിട്ടുണ്ട് ഗൈസ്. വീണ്ടും 1v1 സിറ്റുവേഷൻ. ഇവനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കോടയുടെ പവർ ഇട്ടപ്പോൾ ആ കണ്ടേ ഒരു ഗ്ലൂവായിട്ട് ചെറിയൊരു അടിയും കൊടുത്ത് വീണ്ടും അടിക്കാൻ നോക്കി നടന്നില്ല. വീണ്ടും അടിക്കാൻ നോക്കി നടന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ പിടിച്ചിരിക്കുവാണ്. അവസാനം ബോഡിയിലങ്ങ് കളി നിർത്തിയിട്ടുണ്ട് ഗൈസ്. 2-4. അപ്പോൾ ഇനിയും എൻ്റെ കൺഫ്യൂസ് ആണെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നിനെ. എൻ്റെ കൺഫ്യൂട്ട് അല്ലായിരുന്നു ഗൈസ്. ഇതിൻ്റെ ആയിരുന്നു. അവനാണെങ്കിൽ M10 എന്നെ എടുത്തത്. ഞാൻ പറഞ്ഞു MP40 കൂടി എടുക്കാൻ. അവൻ ശരിയെന്ന് പറഞ്ഞു. MP40 അവൻ MP5 ലെവൽ 1 എടുക്കാൻ നോക്കി. ഞാൻ MP40 ആക്കിയത്. കാരണം കുത്തിപ്പിടിക്കാനേ പറ്റൂ. ഇതിനടുത്ത 1 ടാപ്പിലാണ്. 1 ടാപ്പിൽ നിന്നാൽ അറിയാലോ പണി കിട്ടും. അതുകൊണ്ട് കുത്തിപ്പിടിച്ച് ഇങ്ങനെയൊക്കെ അവനെ തീർത്ത് 1v2 ആയിരുന്നു. ഒരുത്തനെ തീർത്ത്. അടുത്തവനാണെങ്കിൽ അവിടെ ഗ്ലൂ ആയിട്ടുകൊണ്ടിരിക്കുന്നു. അവനെയും കുത്തിപ്പിടിച്ചങ്ങ് തീർത്ത് ഗൈസ്. 3-4 സിറ്റുവേഷൻ. ഇത് 5-4 ആക്കണം ഗൈസ്. അതാണ് നമ്മുടെ ടാസ്ക്. 5-4 ആക്കിയാലേ പണി കിട്ടൂ.
ജയിച്ചേ റെഡിയാവും, അല്ലെങ്കിൽ തേഞ്ഞ് ഗൈസ്. എന്തായാലും ഈ റൗണ്ടും എങ്ങനെയെങ്കിലും ജയിക്കണം, ജയിച്ചേ പറ്റൂന്ന് പറഞ്ഞു ഒരുത്തന്നെ പുറകെ വെച്ച് പിടിക്കുമായിരുന്നു. അവൻ കുറച്ച് ഡാം വന്നു, അപ്പൊ തന്നെ ഞാൻ കുത്തിപ്പിടിച്ച് അവനെ തീർത്തതും സോഗി മറ്റവനെയും തീർത്ത്. അങ്ങനെ 4-4 ഗൈസ്. ഇനി ഞാനാണോ അവരാണോ? ലെറ്റ്സ് ഗോ. അപ്പം അടുത്ത റൗണ്ട് ഞാനായിരുന്നു, അല്ല എല്ലാവർക്കും ചൂസ് ചെയ്യല്ല, ഞാൻ AW എടുത്ത്. അപ്പൊ AW വെച്ചിട്ട് ഒരുത്തന്നെ തലക്കടിക്കാൻ നോക്കിയതാണ് ഗൈസ്. തലക്കടിക്കാൻ എനിക്ക് വേണ്ടില്ലേ, വേണ്ട ഗൈസ്, പണി കിട്ടും. ഒന്ന് നോക്കി എന്റെ മോനെ ചത്ത് സോഗി 1v2 ഒക്കെ എടുക്കും, നടക്കൂല. അങ്ങനെ രണ്ടുപേരും കളിക്കുന്നുള്ള വൺ പോലും എടുക്കാൻ പറ്റത്തില്ല, പറഞ്ഞില്ലേ ഗൈസ്. അപ്പൊ ഗൈസ് ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്കും കൂടെ ചെയ്തോ.